ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു Xylem Learning. അപ്പൊ നമ്മുടെ 5ാം ക്ലാസ്സിലെ മക്കളെ എല്ലാവരും ബേസിക് സയൻസിന്റെ ഓരോ യൂണിറ്റും ഇങ്ങനെ പഠിച്ച് അടിച്ച് പൊളിച്ച് നിൽക്കുവാണ് അല്ലെ. ഓക്കെ, അപ്പൊ ഇന്ന് മിസ് വന്നിരിക്കുന്നത് നമ്മുടെ 6th യൂണിറ്റ് ആയ ഇത്തിരി ശക്തി ഒത്തിരി ജോലി, എ ലിറ്റിൽ എഫേർട്ട് ലോട്ട് ഓഫ് വർക്ക്, ആ ഒരു യൂണിറ്റിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ പറഞ്ഞു തരാനാണ്. നമുക്കറിയാം അല്ലെ, ഈ ഒരു ചിത്രത്തിൽ തന്നെ നിങ്ങൾ എന്താ കാണുന്നത്? ഒരു ചേട്ടൻ കഷ്ടപ്പെട്ട് തേങ്ങ പൊളിക്കുവാണ്. അപ്പൊ തേങ്ങ പൊളിക്കുക എന്ന് പറയുന്ന ആ ഒരു പ്രവൃത്തിനെ വളരെ എളുപ്പമാക്കുന്നത് എന്താണ്? അദ്ദേഹം അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന തേങ്ങ പൊളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും, ഇതുപോലെ ധാരാളം ഉപകരണങ്ങൾ നമ്മുടെ ജോലി എളുപ്പമാക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇത്തരം ഉപകരണങ്ങളെ നമ്മൾ ഒറ്റ വാക്കിൽ എന്ത് പറയും? ലഘുയന്ത്രങ്ങൾ അല്ലെങ്കിൽ സിമ്പിൾ മെഷീൻസ് എന്ന് പറയും. അപ്പൊ എന്താണ് മക്കളെ ലഘുയന്ത്രങ്ങൾ? ജോലി എളുപ്പമാക്കുന്ന ഉപകരണങ്ങളാണ് മക്കളെ ലഘുയന്ത്രങ്ങൾ, അല്ലെങ്കിൽ ദ മെഷീൻ ദാറ്റ് മേക്ക് എനി വർക്ക് ഈസിയർ ആർ നോൺ ആസ് സിമ്പിൾ മെഷീൻ. അപ്പൊ കുറെ എക്സാമ്പിൾ നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ കാണാൻ പറ്റും. സ്റ്റാപ്ലർ ഉണ്ടാവും, കട്ടിംഗ് പ്ലെയർ ഉണ്ടാവും, പിന്നെ നാരങ്ങ ഞെക്കി അതായത് ലെമൺ സ്ക്യൂസർ ഉണ്ടാവും, അങ്ങനെ സിസർ ഉണ്ടാവും, അതായത് കത്രിക ഉണ്ടാവും. അങ്ങനെ കുറെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, മക്കൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്ക് 3 ചിത്രം കാണിക്കുന്നുണ്ട് അല്ലെ. 3 ചിത്രത്തിലും എന്താണ് ഇവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത്? ആ ഒരു ടിന്നിന്റെ അടപ്പ് തുറക്കാൻ വേണ്ടി ശ്രമിക്കുക. പക്ഷെ അവരുടെ കയ്യിൽ ആകെ ഉള്ളത് എന്താണ്? ഒരു സ്പൂണ് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ സ്പൂണ് പല രീതിയിൽ, അതായത് ഇവിടെ 3 രീതിയാണ് കാണിക്കുന്നത്. ഈ 3 രീതി ഉപയോഗിച്ചിട്ട് ആ ഒരു ടിന്നിന്റെ അടപ്പ് തുറക്കാൻ ശ്രമിക്കുവാണ്. എങ്കിൽ ഏത് രീതിയായിരിക്കും കൂടുതൽ എളുപ്പത്തിൽ നമ്മളെ സഹായിക്കുന്നത്? നമ്മുടെ 3ാമത്തെ രീതിയായിരിക്കും അല്ലെ. അതായത് ഈ രീതിയായിരിക്കും ഏറ്റവും എളുപ്പത്തിൽ നമ്മളെ എന്ത് സഹായിക്കുന്നത്? ടിന്നിന്റെ അടപ്പ് തുറക്കാൻ വേണ്ടി സഹായിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇത് സഹായിക്കുന്നത്? അവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന എഫേർട്ടിന്റെ പൊസിഷൻ ആണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള റോള് വഹിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാൻ സാധിക്കും, എഫേർട്ട് അല്ലെങ്കിൽ യത്നം, അതിന്റെ പൊസിഷൻ വെച്ചിട്ട് എന്താണ് നമുക്ക് എന്ത് ജോലിയും വളരെ എളുപ്പമാക്കാൻ വേണ്ടി സാധിക്കും. അത് നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. ലഘുയന്ത്രങ്ങളിൽ യത്നം അതായത് എഫേർട്ട്, അതിന്റെ സ്ഥാനം മാറ്റി ക്രമീകരിച്ച് നമുക്ക് പ്രവൃത്തി കൂടുതൽ എളുപ്പമാക്കാം. വർക്ക് ക്യാൻ ബി മെയ്ഡ് ഈസിയർ ബൈ അഡ്ജസ്റ്റിംഗ് ദ പൊസിഷൻ ഓഫ് ദി എഫേർട്ട് ഇൻ സിമ്പിൾ മെഷീൻ. അപ്പൊ നമുക്ക് ഇവിടെ വേറൊരു കാര്യം കൂടി മനസ്സിലാവും. ഇവിടെ സ്പൂൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു സിമ്പിൾ മെഷീൻ ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണ്? ആ ടിന്നിന്റെ അടപ്പ് തുറക്കാൻ നമ്മളെ ഈസി ആയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാൻ പറ്റും, ഇവിടെ സ്പൂൺ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ മെഷീൻ ആണ്. അപ്പൊ ആ സിമ്പിൾ മെഷീൻ, ഏത് സിമ്പിൾ മെഷീൻ ആയിക്കൊള്ളട്ടെ, അതിലെ എഫേർട്ട് അല്ലെങ്കിൽ യത്നത്തിന്റെ സ്ഥാനം മാറ്റി ക്രമീകരിച്ച് നമുക്ക് നമ്മുടെ വർക്ക് കൂടുതൽ ഈസി ആക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ മിസ്സിന് ഒരു ഡൗട്ട്, ഇവിടെ നമ്മൾ ഉത്തോലകം അല്ലെങ്കിൽ ലിവർ എന്താന്നൊക്കെ പഠിച്ചായിരുന്നു. സ്പൂൺ എന്ന് പറയുന്നത് ഒരു ലിവർ അല്ലെങ്കിൽ ഉത്തോലകമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടാവോ? ഒന്ന് നോക്കിക്കേ. ഉത്തോലകത്തിൽ നമ്മൾ പഠിച്ചു എന്താണ്? ധാരം അല്ലെങ്കിൽ ഫൽക്രം വേണം, എഫേർട്ട് അല്ലെങ്കിൽ യത്നം ഉണ്ടാവും, അതുപോലെ തന്നെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ രോധം, ഈ 3 ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ അത് കാണാത്ത മക്കളാണെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ അതിന്റെ ക്ലാസ്സസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് പോയി കാണണം. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഈ ഒരു സ്പൂൺ എന്ന് പറയുന്നത് ഇവിടെ ഉത്തോലകമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടോ? ഉണ്ടല്ലേ. കാരണം ഇവിടെ നമുക്ക് ഏത് പോയിന്റിനെ ആധാരമാക്കിയിട്ടാണ് ഈ ഒരു സ്പൂണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. ആ ടിന്നിനോട് അടുത്തുള്ള ആ ഒരു ഭാഗത്തിനെ ആധാരമാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ സ്പൂണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ എഫേർട്ട് കൊടുക്കുന്ന ഈ ഒരു പൊസിഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ എഫേർട്ട് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടുന്ന റെസിസ്റ്റൻസ്, നമുക്ക് കിട്ടുന്ന രോധം എവിടെയാണെന്നും നമുക്ക് ഇവിടെ പറയാൻ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു രീതിയിൽ ഈ സ്പൂൺ ഒരു ലഘുയന്ത്രമാണ്. അതിന്റെ കൂടെ തന്നെ ഇവിടെ നമുക്ക് എന്താണ്? സ്പൂൺ ഒരു ഉത്തോലകം അല്ലെങ്കിൽ ലിവർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് ഉത്തോലകമായിട്ട് ആക്ട് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞത്? സ്പൂൺ സാധാരണഗതിയിൽ ഒരു കിച്ചൺ അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. പക്ഷെ ഇറ്റ് ആക്ട് ആസ് എ ലിവർ വെൻ ഇറ്റ് യൂസ്ഡ് ടു ഓപ്പൺ ദ ലിഡ് ഓഫ് ദി ടിൻ. ഓക്കെ, അപ്പൊ എന്താണ് ലിവർ എന്നും കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഒരു നിശ്ചിത പോയിന്റിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ഡുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഉത്തോലകങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് എ റിജിഡ് റോഡ് ദാറ്റ് ആർ ഫ്രീ ടു ടേൺ അബൌട്ട് അല്ലെങ്കിൽ ടേൺ അറൌണ്ട് എ ഫിക്സഡ് പോയിന്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ സ്പൂണ് ഒരു ലഘുയന്ത്രമാണ്, ഒരു സിമ്പിൾ മെഷീൻ ആണ്, ഒരു ഉത്തോലകം അല്ലെങ്കിൽ ലിവർ ആണ്. അതുപോലെ തന്നെ ഏതൊരു ലഘുയന്ത്രം, ഏതൊരു സിമ്പിൾ മെഷീന്റെയും യത്നം അല്ലെങ്കിൽ എഫേർട്ടിന്റെ സ്ഥാനം മാറ്റി നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഇനിയും കുറേ ലഘുയന്ത്രങ്ങൾ, കുറേ സിമ്പിൾ മെഷീൻസ് നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ കാണാൻ പറ്റും. ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഇവിടെ നിങ്ങൾ കാണുന്ന ഫിഗർ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇവിടെ 2 ചേച്ചിമാര് കഷ്ടപ്പെട്ട് എന്ത് ചെയ്യുവാണ്? വെള്ളം കോരുകയാണ്. ഇവിടെ ഇപ്പം എ എന്ന് പറയുന്ന ഫിഗറും ബി എന്ന് പറയുന്ന ഫിഗറും നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ എ എന്ന്
പറയുന്ന ഫിഗറിലെ ചേച്ചിക്കായിരിക്കും ഈസി ആയിട്ട് അദ്ദേഹം ചെയ്യുന്ന ആ ഒരു വർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്. കാരണം എന്താണ്, ആ ഒരു വർക്ക് ഈസി ആക്കാൻ വേണ്ടി എന്ത് സഹായിച്ചിട്ടുണ്ട്, ഇവിടെ ഇതാണ്ട് കപ്പി അല്ലെങ്കിൽ പുള്ളി എന്നറിയപ്പെടുന്ന ഒരു ഉപകരണം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് പറയാൻ സാധിക്കും പുള്ളി മേക്ക് അവർ വർക്ക് ഈസിയർ. സോ പുള്ളി ഈസ് എ സിമ്പിൾ മെഷീൻ. അതായത് കപ്പി നമ്മുടെ പ്രവൃത്തി എളുപ്പമാകുന്നു. അതുകൊണ്ട് കപ്പി എന്ന് പറയുന്നത് ഒരു ലഘു യന്ത്രമാണ്. അപ്പൊ സ്പൂണ് എക്സാമ്പിൾ ആന്ന് പറഞ്ഞു, ഇപ്പൊ ഇതാ പുള്ളി അല്ലെങ്കിൽ കപ്പി എക്സാമ്പിൾ ആന്ന് പറഞ്ഞു. എങ്കിൽ വേറെ നോക്കിയാലോ, ഇവിടെ നിങ്ങൾ എന്താ കാണുന്നത്, ഒരു ഉന്തുവണ്ടി, ഒരു വീൽബാരോ ഉണ്ട്. അതേ വീൽബാരോ എന്തിനാ ഉപയോഗിക്കുന്നത്, നല്ല ഭാരമുള്ള വസ്തുക്കളൊക്കെ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഈസി ആയിട്ട് ആ പൊസിഷൻ ഒന്ന് മാറ്റാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. അതിനു പകരം അത്രയും വെയിറ്റ് ഉള്ള സാധനം നമ്മുടെ ഈ ഒരു ഷോൾഡർ അല്ലെങ്കിൽ നമ്മുടെ ഈ ബാക്കിൽ വെച്ചിട്ട് ഇങ്ങനെ ചുമന്നുകൊണ്ട് പോവാന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടിയാണ്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഒരു ചേട്ടൻ എന്ത് ചെയ്യുവാണ്, കൈവണ്ടി വലിക്കുവാണ് അല്ലെ, ഹാൻഡ് കാർട്ട് എന്ന് നമ്മൾ പറയും. ആ കൈവണ്ടി വലിക്കുന്നതും എന്താണ്, ഇതുപോലെ ഭാരമുള്ള വസ്തുക്കളെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് പറയാൻ പറ്റും, ഇവിടെ ഇപ്പൊ ഉന്തുവണ്ടി ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ കൈവണ്ടി ആയിക്കൊള്ളട്ടെ, വീൽബാരോ അല്ലെങ്കിൽ ഹാൻഡ് കാർട്ട് ഏതായിക്കൊള്ളട്ടെ, അവിടെയൊക്കെ ഹെവി ലോഡ്സിനെ, ഭാരമുള്ള വസ്തുക്കളെ ഈസിയാക്കി അനായാസമാക്കി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്നത് എന്താണ്, അവയുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ചക്രങ്ങളാണ്. ശരിയല്ലേ, അതായത് വീലാണ്. പക്ഷേ ഈ ചക്രം എന്തിന്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്, ചക്രം എന്ന് പറയുന്നത് അത്യാവശ്യം റിജിഡ് ആയ ഒരു ദണ്ടിന്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഇതാ ഈ ഒരു ചിത്രം നോക്കിയാൽ മതി, ഇവിടെ ഇതാ നിങ്ങൾക്ക് ചക്രം കാണാൻ പറ്റും. ഇതാണ് മക്കളെ വീൽ എന്ന് പറയുന്നത്. പക്ഷെ ഈ വീൽ എന്ന് പറയുന്നത് ഇതാണ്ട് ഈ ഒരു റിജിഡ് റോഡ്, ഈ ഒരു ദൃഢദണ്ഡിന്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അതിന് ചുറ്റുമാണ് ഈ വീൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെയാണ് നമ്മൾ ആക്സിൽ അല്ലെങ്കിൽ ദണ്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഹെവി ലോഡൊക്കെ അല്ലെങ്കിൽ നല്ല വെയിറ്റ് ഉള്ള വസ്തുക്കളൊക്കെ ഇങ്ങനെ സ്ഥാനമാറ്റം വരുത്തുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു ലഘു യന്ത്രമായിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ചക്രവും ദണ്ടിനെയും കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പം വീൽ ആൻഡ് ആക്സിൽ മേക്ക് അവർ വർക്ക് ഈസിയർ. സോ വീൽ ആൻഡ് ആക്സിൽ ആർ സിമ്പിൾ മെഷീൻ. ചക്രവും ദണ്ടും എന്താണ്, പ്രവൃത്തി എളുപ്പമാക്കുന്നു. അതിനാൽ ചക്രവും ദണ്ടും ഒരു ലഘു യന്ത്രമാണ്. അപ്പൊ ഇതാണ് മക്കളെ നമ്മുടെ വീൽ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ആക്സിൽ അല്ലെങ്കിൽ ദണ്ട് എന്ന് പറയുന്നത്. എങ്കിൽ ഇത് നോക്കിക്കേ മക്കള്, ഇവിടെ എന്താ കാണുന്നത്, ഇവിടെ ഒരു ചേട്ടൻ ഒരു തടി കഷ്ണം എടുത്ത് ഇങ്ങനെ ഷോൾഡറിൽ വെച്ചിട്ട് ഇങ്ങനെ പോവുകയാണ്. അതേസമയം ഇതാണ്ട് ലോറിയിൽ ഇതുപോലെ നല്ല വെയിറ്റ് ഉള്ള 2 തടി കഷ്ണങ്ങൾ ഇതാ ഉരുട്ടി ഒരു ചെരിഞ്ഞ പ്രതലത്തിലൂടെ, ഒരു ഇൻക്ലൈൻഡ് സർഫസിലൂടെ ഇങ്ങനെ ഉരുട്ടി കയറ്റാൻ നോക്കുവാണ്. ഏതായിരിക്കും ഈസി ആയിട്ട് ആ വർക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും, ഈ സെക്കൻഡ് ഫിഗർ ആയിരിക്കും അല്ലെ. അതുപോലെ തന്നെ ഇവിടെ ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു സിമ്പിൾ എക്സ്പെരിമെന്റ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഒരു ബാഗ് എടുത്തിട്ട് കുത്തനെയുള്ള ഒരു ഡെസ്ക് അല്ലെങ്കിൽ ഒരു കുത്തനെയുള്ള ഒരു സർഫസിന് മുകളിൽ കൂടെ വലിച്ചു കയറ്റാൻ ശ്രമിക്കുക. അതേസമയം ഇതുപോലെ ചെരിഞ്ഞ ഒരു സർഫസിലൂടെ വലിച്ചു കയറ്റാൻ ശ്രമിക്കുക. ഏതായിരിക്കും ഈസി, നമുക്ക് പറയാൻ പറ്റും ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ് അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് സർഫസിലൂടെ വലിച്ചു കയറ്റുമ്പോഴാണ് ഈസി ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, എന്തെങ്കിലും ഫിസിക്കലി പ്രോബ്ലം ഉള്ള കുട്ടികൾ അല്ലെങ്കിൽ കാല് വയ്യാത്ത കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുന്നതിന് വേണ്ടി ഇതാ വീൽ ചെയർ ഒക്കെ ഉണ്ടാവും. അപ്പൊ ആ വീൽ ചെയർ ഇങ്ങനെ സ്റ്റെപ്പ് കയറുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ്, ഇതുപോലെ ഇൻക്ലൈൻഡ് സർഫസ് നമ്മൾ കൊടുക്കും. അപ്പൊ നമുക്ക് പറയാൻ പറ്റത്തില്ലേ, ഈ ഒരു ഇൻക്ലൈൻഡ് സർഫസ് അല്ലെങ്കിൽ ചെരിവ് തലം എന്ന് പറയുന്നതും നമ്മൾ ചെയ്യേണ്ട വർക്ക് ഈസി ആകുന്നു. ഓക്കെ, ആ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് സർഫസ് എന്ന് പറയുന്നതും എന്താണ്, ഒരു സിമ്പിൾ മെഷീൻ ആണ് അല്ലെങ്കിൽ ഒരു ലഘു യന്ത്രമാണ് എന്ന് പറയാൻ പറ്റും. വേറെ നമ്മൾ ഇങ്ങനെ യൂഷ്വലി അറിയുന്നത് എന്നാൽ ചെറിയ കൺഫ്യൂഷൻ വരുന്ന ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ ആണിയും ചുറ്റിക വെച്ചിട്ട് നമ്മൾ ആണി ഭിത്തിയിൽ അടിക്കൂലേ. അപ്പൊ അതെന്തായിരിക്കും, അത് ഏത് ലഘുയന്ത്രം അല്ലെങ്കിൽ ഏതിന്റെ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. നമുക്കറിയാം, ആണി നമ്മൾ ഭിത്തിയിൽ ചുറ്റിക വെച്ച് അടിച്ചു കയറ്റുന്ന സമയം ആണിയുടെ ആ ഒരു എഡ്ജ് അല്ലെങ്കിൽ ആ ഒരു അഗ്രഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്, ചെരിവ് തലമാണ്. അപ്പം അവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ നമ്മുടെ ലഘുയന്ത്രം അല്ലെങ്കിൽ സിമ്പിൾ മെഷീൻ ഉദാഹരണമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ അല്ലേ. അപ്പം എന്താണ് ലഘുയന്ത്രങ്ങൾ അല്ലെങ്കിൽ സിമ്പിൾ മെഷീൻ, അതിന് ഏതൊക്കെ തരത്തിലുള്ള എക്സാമ്പിൾസ് ആണ്, അവ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. അപ്പം തൽക്കാലത്തേക്ക് മിസ് പോവുകയാണ്. ഇതുപോലെ കുട്ടി വീഡിയോസ് ഒക്കെ ആയിട്ട് മിസ്സിന് ഇടയ്ക്ക് വരും. അപ്പം നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.